സാരഥി കുവൈറ്റിന് വേണ്ടി റിഗ യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ പാർട്ട് 3 എന്ന ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഭദ്രദീപം തെളിയിക്കുന്നതിനായി വനിതാവേദി ജോയിന്റ് കൺവീനർ ശ്രീമതി ജയകുമാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ദൈവദശക ആലാപനത്തിനായി കുമാരി ശ്രേയ ശ്രീനിവാസനെയും ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ വേദിയുടെ അധ്യക്ഷനും റിഗ യൂണിറ്റ് കൺവീനറുമായ ശ്രീ സുജിത് പുല്ലപ്പാടിയെ ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൻ്റെ മുഖ്യ അതിഥിയായ ഡോക്ടർ തോമസ് കോശി ജോർജ് നമ്മുടെ ചെസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തെ നമുക്കിന്ന് ഈ സെമിനാറിലേക്ക് മെയിൻ ഗസ്റ്റായിട്ട് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഐ വെൽക്കം യു സർ. എല്ലാവരും സാറിൻ്റെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്.
അടുത്തതായി സാരഥിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ജിതേഷ് MBയെ ഞാൻ ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിഗ യൂണിറ്റിന്റെ എല്ലാമായ സാരഥി കുവൈറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് ചീപ്പാറയിലിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സാരഥിയുടെ എല്ലാ ഫൈനാൻസും ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ട്രഷറർ ശ്രീ അനിൽ കുമാറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ സ്ട്രോങ് ആയ സാരഥിയുടെ വനിതാവേദിയെ ലീഡ് ചെയ്യുന്ന നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി ബിജി അജിത് കുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാരഥിയുടെ അഭിമാനമാണ് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ജിതിൻ ദാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. IBPC ഹോണററി സെക്രട്ടറി ശ്രീ സുരേഷ് KPയെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇൻഫോക് പ്രസിഡന്റ് മിസ്റ്റർ വിജേഷ് വേലായുധനെ ഞാൻ ഈ ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സാരഥി സെൻട്രൽ എക്സിക്യൂട്ടീവ്സ്, സെൻട്രൽ വനിതാവേദി എക്സിക്യൂട്ടീവ്സ്, എല്ലാ യൂണിറ്റ് എക്സിക്യൂട്ടീവ്സ്, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ്സ്, ക്രൈസിസ് മാനേജ്മെന്റ് ടീം, ഗുരുദർശനവേദി കോർഡിനേറ്റേഴ്സ്, ഗുരുകുലം കോർഡിനേറ്റേഴ്സ്, സാരഥി ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റർ ആൻഡ് ദെയർ ടീം, എല്ലാ യൂണിറ്റ് മെമ്പേഴ്സ്, അതിലുപരി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഓർഗനൈസേഷനിലെ റെപ്രസെൻറ്റേറ്റീവ്സ്, അങ്ങനെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സായ അല്ലിസ മെഡിക്കൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം REG ലേണിംഗ് സെൻറ്റർ, സ്റ്റൈൽ പാർഡേസ് ബ്യൂട്ടി പാർലറിൻ്റെ ഓണറും അബ്ബാസിയ യൂണിറ്റ് മെമ്പറുമായ ശ്രീ മണിയൻ ശ്രീധരൻ, റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം മലബാർ ഗോൾഡ് എന്നിവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മെഡിക്കൽ ചെക്കപ്പിന് നമ്മളെ സഹായിച്ച എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ സെമിനാർ എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി യൂണിറ്റ് കൺവീനർ ശ്രീ സുജിത് പുല്ലപ്പാടിയെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട സാരഥി പ്രസിഡന്റ് ജിതേഷ് MP, ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് കോശി, സാരഥി ജനറൽ സെക്രട്ടറി വിനോദ് ചിപ്പാറയിൽ, സാരഥി ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ്, വനിതാവേദി ചെയർപേഴ്സൺ ബിജി അനിത് കുമാർ, സാരഥി സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, സാരഥി ട്രസ്റ്റ് ഭാരവാഹികൾ, സാരഥി വനിതാവേദി ഭാരവാഹികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു സംഘടനയിലെ ഭാരവാഹികൾ, മറ്റ് യൂണിറ്റ് അംഗങ്ങൾ, എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. സാരഥി കുവൈറ്റിലെ പൊതുജനങ്ങൾക്കായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. കഴിഞ്ഞ മാസം ഒരു ബ്ലഡ് ഡൊണേഷൻ നമ്മൾ നടത്തുകയുണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ ഒരു പൊതുജനങ്ങൾക്കായി സാരഥി കുവൈറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. നമ്മുടെ ഹെൽത്ത് ടോപ്പിക് തന്നെ എന്താണ്? ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ സാരഥി നടത്തുന്നത്. ഹൃദ്രോഗം എങ്ങനെ വരാതിരിക്കുന്നു, അതിൻ്റെ പ്രതിവിധികൾ, അതിന് എടുക്കേണ്ട മറ്റു മാർഗങ്ങൾ എന്നിവയെപ്പറ്റി വിശദമായുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇവിടെ നമ്മുടെ സാർ നടത്തുന്നത്. അതിനുശേഷം നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ നമുക്ക് നിവാരണം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. ജീവിതശൈലി രോഗത്തിൽ പെടുന്ന ഈ രോഗത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അവരുടെ മനസ്സിനുണ്ടാകുന്ന സംഘർഷങ്ങൾ, വ്യായാമക്കുറവ്, ഭക്ഷണശീലം എന്നീ മേഖലകളിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ ഈ ടോപ്പിക് തന്നെ ഇവിടെ സെലക്ട് ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ മാനസിക സംഘർഷം നമുക്ക് വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുമായി കൂട്ടുചേരാനുള്ള സാഹചര്യങ്ങൾ, മറ്റവസരങ്ങൾ, ഇതൊന്നും നമുക്ക് ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു പ്രതിവിധി എന്ന രൂപത്തിലാണ് സാരഥി നമ്മുടെ അംഗങ്ങൾക്ക് അവരുടെ കലാ, സാംസ്കാരിക, സാമൂഹിക
പ്രശ്നങ്ങളിൽ നമ്മൾ തൊടാത്ത ഒരു മേഖലയും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരോഗ്യ മേഖലയിലുണ്ട്, ചാരിറ്റിയിലുണ്ട്, കലാ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നു. ഏത് പ്രശ്നത്തിനും ഒരു സഹായി എന്ന രീതിയിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് സാരഥി. അത് മുഴുവൻ സാരഥി അംഗങ്ങൾക്കും അവരുടെ നിത്യജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ എൻ്റെ ഒരു ബന്ധു പോലും ഇവിടെയില്ല. എന്നാലും സാരഥി എന്ന ഒരു കുടുംബത്തിലെ അംഗമായതിനു ശേഷം എനിക്കുണ്ടായ സഹായ സഹകരണങ്ങൾ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഈ നിങ്ങൾക്കുണ്ടാകുന്ന ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിൽ തന്നെ നമ്മുടെ സാരഥിയുടെ ഭാരവാഹികളിൽ തന്നെ കുടുംബാംഗങ്ങളിൽ തന്നെ 3ഓളം പേർ ഹൃദ്രോഗം വന്ന് മരണപ്പെടുകയുണ്ടായി. ഒരാൾ 31 വയസ്സാണ്. 31ാമത്തെ വയസ്സിൽ ആണ് അവർ കാർഡിയാക് അറസ്റ്റാണെന്നാണ് നമുക്ക് കിട്ടിയത്. ഒരാൾ നാട്ടിൽ പ്രമുഖമായ 2 ഹോസ്പിറ്റലുകളിൽ 2 ദിവസങ്ങളിൽ ചെക്കപ്പിനായി പോവുകയും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുകയും 3ാമത്തെ ദിവസം മരണപ്പെടുകയുണ്ടായി. അത് കുവൈറ്റിൽ നിന്നും തിരിച്ചുപോയ ഒരു പ്രവാസിയായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ പലപ്പോഴും ഇതുപോലെ സാഹചര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോകുന്നു, പിറ്റേ ദിവസം പോയി നമ്മൾക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു മുക്തി നേടുവാൻ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡോക്ടറുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതിനുള്ള ഒരു അവസരമായി തന്നെ നിങ്ങളെല്ലാവരും ഈ അവസരം എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാരഥിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ജിതേഷ് എം പി അവറുകളെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ തോമസ് കോശി, സാരഥിയുടെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ജിതിൻ ദാസ്, സാരഥി ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് ചീപ്പാറയിൽ, യൂണിറ്റ് കൺവീനർ ശ്രീ സുജിത് പുല്ലപ്പാടി, പ്രോഗ്രാം കൺവീനർ ശ്രീമതി ഹിമ ഷിബു, അതുപോലെ തന്നെ വനിതാവേദി ചെയർപേഴ്സൺ ശ്രീമതി ബിജി അജിത് കുമാർ, ഹെൽത്ത് ക്ലബ് ചീഫ് കോർഡിനേറ്റർ ശ്രീമതി ഗ്രീഷ്മ ജിക്കി എന്നിവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഓൾ. അടുത്ത ഇനാഗുറേഷൻ അഡ്രസ്സിനായി സാരഥിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ജിതേഷ് എം പി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. യോഗാധ്യക്ഷൻ റിഗേ യൂണിറ്റ് കൺവീനർ സുജിത്, നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ തോമസ് കോശി, സാരഥിയുടെ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ, അഡ്വൈസറി ബോർഡ് മെമ്പർമാർ, വനിതാവേദി ഭാരവാഹികൾ, ട്രസ്റ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സാരഥി കുടുംബാംഗങ്ങളെ, മറ്റ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.
സാരഥിയുടെ റിഗേ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ മൂന്നാം ഭാഗമാണ്. മൂന്നാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാർ പോലും, എന്തിനേറെ പറയുന്നു, 16 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആൾക്കാർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാം, ഈ ഒരു സബ്ജക്റ്റ് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത്. നമ്മളേവരും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ മുന്നിലും വയ്ക്കാനുള്ളത്. നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇപ്പോഴുള്ളൊരു പുതിയ പ്രവണതയാണ് യൂട്യൂബ് ഡോക്ടർമാരെ ആയിട്ട് കൺസൾട്ട് ചെയ്യാമെന്ന്. അതായത് യൂട്യൂബിൽ കയറി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തുക. അത് പലപ്പോഴും നമ്മെ അപകടങ്ങളിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാരഥി കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം സാരഥിക്ക് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് ക്ലബ്ബുണ്ട്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാരഥി കുവൈറ്റിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാരഥി ഹെൽത്ത് ക്ലബ്ബ് എന്ന പേരിൽ നമ്മളെല്ലാ യൂണിറ്റിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ അംഗങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ക്ലബ്ബ് അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ക്ലബ്ബ് അംഗങ്ങളുമായി ബന്ധപ്പെടുകയും ആവശ്യമായ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയുടെ പ്രഭാഷണം നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. കൂടുതൽ സമയമെടുക്കുന്നില്ല. ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന റിഗേ യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിനായി സാരഥി ഹെൽത്ത് ക്ലബ് ചീഫ് കോർഡിനേറ്റർ ശ്രീമതി ഗ്രീഷ്മ ജിക്കിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീനാരായണ പരമഗുരുവേ നമ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സാരഥി കുടുംബാംഗങ്ങൾ, ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആരോഗ്യം സമ്പത്താണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം സമ്പൂർണ്ണ ആരോഗ്യം എന്നത് അസുഖമില്ലാത്തൊരവസ്ഥ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള പൂർണ്ണമായൊരു ക്ഷേമാവസ്ഥ കൂടിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മാത്രമേ നമുക്ക് പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയുവാൻ സാധിക്കൂ. സാരഥി റിഗേ യൂണിറ്റ് വനിതാവേദി കഴിഞ്ഞ 2 വർഷങ്ങളിലായി ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ് നടത്തി വരുന്നു. ഇന്നത്തെ ഈ വേദിയിൽ പ്രതിപാദിക്കുന്നത് അവയർനെസ് ഓഫ് ഹെർട്ട് ഡിസീസസ് എന്ന വിഷയമാണ്. ഹൃദയം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം. അതിൻ്റെ ആരോഗ്യം, സംരക്ഷണം, ഹൃദ്രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, അവ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ചികിത്സാ രീതികൾ, പിന്നീട് അത് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെപ്പറ്റി എല്ലാം വിശദമായി പറഞ്ഞു തരുവാനും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത കാർഡിയോളജിസ്റ്റായ ഡോക്ടർ തോമസ് കോശി ജോർജ് സാറാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടം കുവൈറ്റിൽ തന്നെ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ ആയിരുന്നു. 1990 PSG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം അണ്ടർ ഗ്രാജുവേഷൻ പൂർത്തീകരിക്കുകയും പിന്നീട് ഉന്നത വിജയത്തോടെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ നിന്ന് കാർഡിയോളജിയിൽ MD എടുക്കുകയും ചെയ്തു. ശേഷം PSG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓഫ് റിസർച്ച് കോയമ്പത്തൂരിൽ അദ്ദേഹം ഫോർമർ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചു. അഡൾട്ട് എക്കോ കാർഡിയോഗ്രാമിൽ സ്പെഷ്യലൈസേഷൻ എടുത്തത് പാരീസിൽ നിന്നാണ്. പിന്നീട് ലണ്ടനിൽ നിന്ന് MRCP പൂർത്തീകരിച്ചു. കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായി അദ്ദേഹം കുവൈറ്റ് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ
സീനിയർ കാർഡിയോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം കുവൈറ്റ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. സാരഥി റിഗ യൂണിറ്റ് നടത്തുന്ന അവയർനെസ് ഓഫ് ഹെയർ ഡിസീസ് എന്ന ഈ പരിപാടിയുടെ പരമപ്രധാനമായ അവയർനെസ് ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ തോമസ് കോശി ജോർജ് സാറിനെ ആദരവോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.